വു. വു എന്നുള്ളതാണ് നമ്മൾ പ്ലൂരൽ ഫോമില് യു എന്ന് പറയാൻ ഉപയോഗിക്കുക. പ്ലൂരൽ ഫോമിൽ യു എന്ന് പറയണമെങ്കിൽ, അതായത് കുറച്ചധികം ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ യു എന്ന് അവരെ അഭിസംബോധന ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്ന വാക്കാണ് വു. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് വൂസെറ്റ് ഓൺ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് പ്രപ്പോസിഷൻ ആണ് കേട്ടോ. ഇതിന്റെ മീനിങ് ഇൻ എന്നാണ്. ഓൺ എന്നാണ് വായിക്കുക. ഓൺ ക്ലാസ്, യു ആർ ഇൻ ക്ലാസ് എന്നാണ് അതിന്റെ അർത്ഥം. വു പാർലെ ആംഗ്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ആണ്. നമ്മൾ ഹിന്ദിയിലും ഏകദേശം അങ്ങനെയല്ലേ പറയാ, ആംഗലേയ ഭാഷ എന്നല്ലേ പറയാ. ആംഗ്ലേ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആണ്. ഇനി പാർലെ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു ടു സ്പീക്ക് എന്നുള്ളതിന്റെ വെർബ് എന്താണ്? പാർലെ. എന്താണ്? പാർലെ ആണെന്ന് പറഞ്ഞു അല്ലെ. ടു സ്പീക്ക്. വെർബിന് പല മാറ്റങ്ങളും വരും, പ്രൊനൗൺസിന്റെ കൂടെ വരും. ഓരോ പ്രൊനൗൺസിനോടെ ആ വെർബിന്റെ ഫോം മാറും എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. വൂന്റെ കൂടെ വരുമ്പോൾ സെഡ് അവസാനം നമ്മൾ ആഡ് ചെയ്യുക. അധിക സാഹചര്യത്തിൽ, എല്ലാത്തിലും അല്ല, എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. പക്ഷെ അധികം അതായത് ER വേർബ്സിൽ വരുമ്പോൾ അധികം ER എൻഡ് ചെയ്യണം. അതായത് ഇത് ER എൻഡ് ചെയ്യുന്ന വെർബാണല്ലോ. അങ്ങനെ വരുമ്പോൾ അധികം നമ്മൾ ഇങ്ങനെയാണ് അതിന്റെ ഫോം മാറ്റുക. ഇപ്പൊ നൂന്റെ കൂടെ നമ്മൾ അബീത്തെ എങ്ങനെയാ മാറിയേ? ആബീത്തോ എന്നായില്ലോ. അതേപോലെ തന്നെ വി സ്പീക്ക് എന്നെങ്ങനെ വരിക? വി സ്പീക്ക് എന്നാണെങ്കിൽ എങ്ങനെ വരും? നു പാർലോങ് എന്ന് വരും. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ആബീത്തോ. അതേപോലെ തന്നെ ONS ആഡ് ചെയ്തിട്ടാണ് അവർ നൂന്റെ കൂടെ വെർബിനെ മാറ്റുക. അതേപോലെ തന്നെ വൂന്റെ കൂടെ വരുമ്പോൾ അവര് സെഡ് ആണ് ലാസ്റ്റ് ആഡ് ചെയ്യുക. ER വെർബ്സിൽ അധികമായിട്ടും അധിക കേസസിലും അങ്ങനെയാണ് വരിക. പിന്നെ ഇതിലിപ്പം യു ലിവ് എന്നാണ് ആക്കണമെങ്കിലോ അപ്പം എന്താ വരിക? വു ആബി തോങ് അല്ല, ആബിത്തേ എന്ന് വരും. സെഡ് ആഡ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് മീനിങ് വരുന്നത്? യു സ്പീക്ക് ഇംഗ്ലീഷ് എന്നാണ് ഇതിന്റെ മീനിങ്. ഓക്കെ, നമ്മൾ ഇൽ അല്ലെങ്കിൽ എൽ ദേ ആണെന്ന് പറഞ്ഞു അല്ലെ. അതായത് ഇൽ എന്ന് പറയുമ്പോൾ എസ് ആഡ് ചെയ്യുകയാണെങ്കിൽ കേട്ടോ, വെറും IL ആണെങ്കിൽ ഹി എന്നാണ് അർത്ഥം, വെറും ELLE ആണെങ്കിൽ ഷി എന്നാണ് അർത്ഥം. പക്ഷെ എസ് ആഡ് ചെയ്യുമ്പോൾ ദേ എന്നാണ് അർത്ഥം നമ്മൾ പറഞ്ഞു അല്ലെ. ഒരു കൂട്ടം മെയിൽ ആൾക്കാരെ അഡ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ ദേ എന്ന് പറയുമ്പോൾ ഇത് യൂസ് ചെയ്യും. ഫീമെയിൽ ആണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വിമനെ നമ്മൾ ദേ എന്ന് അഡ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ LS ചേർത്തിട്ട്, നമ്മൾ L തന്നെ വായിക്കുന്നത്, പക്ഷെ എഴുതുമ്പോൾ LS ചേർത്തിട്ടാണ് എഴുതുക. ഇതിന്റെ മീനിങ് ദേ എന്നാണ് കേട്ടോ. ഈൽ പറഞ്ഞാൽ ദേ ആണെന്ന് പറഞ്ഞു. മസ്കുലിൻ ദേ കേട്ടോ. ദേ ആർ. സോങ് എന്നത് ഈൽ അല്ലെങ്കിൽ എലിന്റെ കൂടെ ദേ എന്ന് വരുമ്പോൾ ഈൽ അല്ലെങ്കിൽ എലിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ടു ബി ഫോം ആണ് സോങ്. നമ്മൾ നൂന്റെ കൂടെ എന്താ പറഞ്ഞത്? സോമ്മ എന്ന് പറഞ്ഞു. വൂന്റെ കൂടെ വൂസ് എത്താന്ന് പറഞ്ഞു. ഈലിന്റെ കൂടെ എലിന്റെ കൂടെ സോങ് ആണ് വരിക. ജന്റെ കൂടെ എന്താ വരിക? സ്വി, ഐ ആം എന്ന് വരാൻ. ഇവിടെ ദേ ആർ എന്ന് വരാൻ ഇൽ സോങ് എത്തിയുദിയാങ് എന്ന് പറഞ്ഞാൽ ദേ ആർ സ്റ്റുഡൻസ്. എത്തിയുദിയ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ, സ്റ്റുഡൻസ് എന്നാണ് അർത്ഥം. ഓക്കെ, ദേ ആർ സ്റ്റുഡൻസ് എന്നാണ് ഇതിന്റെ മീനിങ്. എൽ വെച്ചിട്ട് ഒരു എക്സാമ്പിൾ നോക്കാം. എൽ സോങ് ഡോങ്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മൾ നേരത്തെ പറഞ്ഞു ഡോങ്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസർ എന്നാണ് അർത്ഥം. എസ് അവസാനം ഒരു എസ് ആഡ് ചെയ്തതുകൊണ്ട് അത് പ്ലൂരൽ ഫോം ആണെന്ന് നമ്മൾ മനസ്സിലാവും. അപ്പോൾ ഇതിൽ പ്ലൂരൽ ആക്കണം കേട്ടോ. ഇവിടെ പ്ലൂരൽ ആകുമ്പോൾ ഇവിടെ പ്ലൂരൽ ആക്കണം. നമ്മൾ നൗണിന്റെ കൂടെ നമ്മൾ പ്ലൂരൽ ആക്കണം. അത് മറക്കരുത് കേട്ടോ. എല്ലാത്തിനും അത് ഓർത്ത് വെക്കുക. നൗണിനെ പ്ലൂരൽ ആക്കാൻ മറക്കരുത്. സബ്ജക്റ്റിനനുസരിച്ച് നൗണിനെ ഇവിടെ പ്ലൂരൽ ആക്കണം. ഇവിടെ എന്ത് പ്രൊനൗൺ ആണ് വന്നത്? ഇവിടെ പ്ലൂരൽ പ്രൊനൗൺ ആണ് അല്ലേ, ദേ എന്നാണ് വന്നത്. അപ്പോൾ നൗണിന് അത് റിഫ്ലക്ട് ചെയ്യണം, എസ് ആഡ് ചെയ്യണം. ഓക്കെ, നമ്മൾ എൽ എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു എഴുതിയിരുന്നത്? അതായത് സിംഗുലർ ആവുമ്പോൾ ഷീ എന്ന് മീൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താ എഴുതിയേ? LA ഡാൻസസ്. അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് വെറുതെ കമ്പയർ ചെയ്ത് നോക്കാം. ഇതില് എൽ ഷീ എന്നുള്ള മീനിങ് ആണ്. ഷീ ഈസ് ഈ ഫോം ആണ് വന്നത് അല്ലെ. എ എന്നുള്ള
ടു ബി ഫോം ആണ് ഷീ എന്ന് വന്നപ്പോൾ വന്നത്. പിന്നെ ഇത് സിംഗുലർ ആയതുകൊണ്ട് ഷീ എന്നുള്ളത് ഒരൊറ്റ ആളായതുകൊണ്ട് നമ്മളിവിടെ ദോൺസേഴ്സ് എഴുതി. പക്ഷെ ഇതിൽ വന്നപ്പോൾ ഇത് പ്ലൂരൽ ആണ്, ദേ എന്നാണ് മീനിങ്. ഫീമെയിൽ ആണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫീമെയിലിനെ അഡ്രസ് ചെയ്യുമ്പോൾ ദേ എന്ന് വരാനാണ് എൽ എസ് ചേർത്തിട്ട് അവസാനം എസ് നമ്മൾ ചേർത്ത് കൊടുക്കും. അപ്പൊ അതേപോലെ ഇവിടെ സോങ് എന്നാണ് വന്നത് ആർ എന്ന് മീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അവസാനം നമ്മളൊരു എസ് ഇവിടെ ഇവിടെ പ്ലൂരൽ ആയതുകൊണ്ട് ഇവിടെ അത് റിഫ്ലക്ട് ചെയ്തു. ഇത് സിംഗുലർ ആയതുകൊണ്ട് അത് എസ് ഇട്ടിട്ടില്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ മീനിങ് എന്താണ്? ദേ ആർ ഡാൻസേഴ്സ് എന്നാണ് ഇതിന്റെ മീനിങ്. ദേ ആർ ഡാൻസേഴ്സ് എന്നാണ് ഇതിന്റെ മീനിങ് വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വി സംബഡി വൺ പീപ്പിൾ എന്നൊക്കെ ഉള്ള മീനിങ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. എ മീ എന്നാൽ എന്താണ് അർത്ഥം? ഓൺ എന്ന് പറഞ്ഞാൽ ഇവിടെ വേണമെങ്കിൽ വി എന്ന് മീൻ ചെയ്യാം. വി ആർ, ഓന്റെ കൂടെ വരുന്ന ടു ബി ഫോം ആണ് എ. ആമി മീൻസ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതിന്റെ മീനിങ് വി ആർ ഫ്രണ്ട്സ്. സന്ദർഭം അനുസരിച്ച് ഇതിന്റെ മീനിങ് ഇതൊക്കെ ആവാട്ടോ. ഇതിന് പകരം ഇപ്പോ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, ഓൺ പാർൽ ഫ്രാൻസേ. ഇതിന്റെ മീനിങ് വേണമെങ്കിൽ നമുക്ക് വി സ്പീക്ക് പാർലേ. പാർലേ എന്നുള്ള വെർബിന്റെ ഓന്റെ കൂടെ വരുന്ന ഫോമാണ് പാർൽ. ഫ്രാൻസേ, ഫ്രഞ്ച് എന്ന് മീൻ ചെയ്യാം. ഇപ്പൊ ഇതിനെ നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതുകയാണെന്ന് വിചാരിക്കുക. അതായത് ഇങ്ങനെ എഴുതാം, ഓൺ ഫ്രാൻസ്, ഓൺ പാർൽ ഫ്രാൻസേ, ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പൊ എന്താ ഇതിന്റെ മീനിങ് വരിക? either ഇങ്ങനെ മീൻ ചെയ്യാം, ഇൻ ഫ്രാൻസ് വി സ്പീക്ക് ഫ്രഞ്ച് എന്നാവാം, അല്ലെങ്കിൽ ഇൻ ഫ്രാൻസ് പീപ്പിൾ എന്നുള്ള ജനറൽ ആയിട്ടുള്ള മീനിങ്ങും വരാം. പീപ്പിൾ സ്പീക്ക് ഫ്രഞ്ച്. അത് സന്ദർഭം അനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഈ അർത്ഥങ്ങൾ ഓന് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായല്ലോ. അപ്പൊ ഇത്രയാണ് ഫ്രഞ്ചിലുള്ള മെയിൻ പ്രൊനൗൺസ്. അപ്പൊ ഈ ക്ലാസ്സിൽ കുറച്ച് ലെങ്തി ആയിട്ട് പോയിട്ടുണ്ട്. കാരണം ഞാൻ രണ്ട് എക്സാമ്പിൾസ് വെച്ച് ഓരോ പ്രൊനൗൺസിന് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് മാത്രമല്ല അതിന്റെ വെർബിന്റെ മീനിങ് ഒക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതാണ് കുറച്ച് ലെങ്തി ആയത്. പക്ഷെ അത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. കുറച്ച് വൊക്കാബുലറി ഇതിൻ്റെ കൂടെ പഠിച്ചു പോകുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. വരുന്ന ക്ലാസ്സുകളിൽ കുറച്ചുകൂടി നമ്മൾ വെർബ്സും അതെങ്ങനെ ആവണം, അതിന്റെ ഫോംസ് എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓരോ ക്ലാസ്സിലായിട്ട് പഠിക്കും. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പിന്നെ പ്രത്യേകം എനിക്ക് പറയാനുള്ളത്, എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഒരു ലൈക്കും കമൻറ്റും ഒന്ന് തന്നേക്കണേ. പിന്നെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, എൻ്റെ സ്റ്റൈലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ഇടാവുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.